കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എൻ്റെ പേര് രാഗി. ഞാൻ ലേൺവൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എല്ലാ വർഷവും ലേൺവൈസിന്റെ ഭാഗത്തുനിന്ന്, എല്ലാ വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 സൈക്കിൾസിലായിട്ട് നിങ്ങൾക്ക് ഇഗ്നോയുടെ ഒരു മുൻകാല ചോദ്യപേപ്പർ അനാലിസിസ് ലേൺവൈസിന്റെ ഭാഗത്തുനിന്ന് ലേൺവൈസ് ലേണേഴ്സിനും അതുപോലെ തന്നെ ഇഗ്നോ എക്സാം എഴുതുന്ന ഓരോ വിദ്യാർത്ഥികൾക്കുമായിട്ട് ലേൺവൈസിന്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാറുണ്ട്. ഇപ്രാവശ്യവും നമ്മളൊരു മുടക്കവും കൂടാതെ ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഇഗ്നോ ഫോക്കസ് 3.0 ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡീൽ ചെയ്യുന്ന പേപ്പർ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് MBAയുടെ MMPC 009 എന്ന് പറയുന്ന പേപ്പറാണ്. MBA സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന പേപ്പറാണ്. ഒത്തിരി ഇമ്പോർട്ടൻറ്റോട് കൂടിയിട്ട് പഠിച്ചു പോവേണ്ട ഒരു പേപ്പറും കൂടിയാണ്. ഇപ്പൊ MMPC 009 എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ്, അതാണ് സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ആ കോഴ്സിന്റെ പേരെന്ന് പറയുന്നത്. കോഡ് MMPC 009. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ, ഒട്ടും സമയം കളയാതെ ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ ഫോക്കസ് 3.0 ലേൺവൈസ് നിങ്ങൾക്ക് തരുന്ന ഇഗ്നോ ഫോക്കസ് 3.0യിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇഗ്നോ ഫോക്കസ് 3.0യുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇഗ്നോ ഫോക്കസ് 3.0ന്റെ ഭാഗമായിട്ട് MMPC 009 എന്ന് പറയുന്ന പേപ്പറിനെ കുറിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മളൊരു പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ഗൈഡും നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് ഈ വരുന്ന ഡിസംബർ എക്സാമിന് നിങ്ങൾക്ക് വരാവുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഇഗ്നോ പാറ്റേണിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇഗ്നോ എക്സാമിന്റെ അതേ മാതൃകയിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ MMPC 009 എന്ന് പറയുന്ന സബ്ജക്ട് ഒരുപാട് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സബ്ജക്ട് ഓഫ് MMPC 009 പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദ ഓപ്പറേഷൻസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, എ കോർണർ സ്റ്റോൺ ഇൻ ഇഫക്റ്റീവ് മാനേജ്മെന്റ് പ്രാക്ടീസ്. ഒരു മാനേജ്മെന്റ് പ്രാക്ടീസസിന് ഈ പേപ്പർ എന്ന് പറയുന്ന മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് ആണ്. ഒരു കമ്പനിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഉള്ളിൽ എപ്പോഴും നമ്മൾ മാനുവൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് മാത്രമല്ല ഉണ്ടാവുന്നത്. അവിടെ മെഷീൻസ് ഉണ്ടാവാറുണ്ട്, മെറ്റീരിയൽസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. നമ്മുടെ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. എങ്ങനെയാണ് നല്ല രീതിയിൽ ഒരു കമ്പനിയോടുള്ള മെഷീൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് നല്ല രീതിയിൽ ഉപയോഗിച്ചു കൊണ്ടുപോകാം, അതുവഴി എങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാം, അതുവഴി എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാം, ഈ കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് ഈ പേപ്പറിൽ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസിലോട്ട് നമുക്ക് പോകാം. ഇഗ്നോ ഫോക്കസ് 3.0 എന്നതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് അപ്രോച്ചാണ് ഇതിൽ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ഗൈഡ് ഈസ് ടു സ്ട്രീം ലൈൻ യുവർ പ്രിപ്പറേഷൻ ഫോർ MMPC 009. നിങ്ങളുടെ MMPC 009ന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒന്നും കൂടി മികച്ചതാക്കി എടുക്കുക എന്നാണ് അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്.
അതിനു വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അതിലോട്ട് എത്തിക്കുന്നത്? അനലൈസിങ് ദ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ഈ MPC 009ന്റെ ഇഗ്നോയിൽ കഴിഞ്ഞു പോയിട്ടുള്ള പേപ്പേഴ്സ് എടുത്തുകൊണ്ട് അത് നമ്മളൊരു അനാലിസിസ് നടത്താണ്. റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ എന്തൊക്കെയാണ്, റെക്കറിംഗ് ആയിട്ട് വരുന്ന തീംസുകൾ എന്തൊക്കെയാണ്, എന്താണ് ട്രെൻഡ്, ഒരു ട്രെൻഡ് എങ്ങനെയാണ്, ഏത് ബ്ലോക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്, ഏതൊരു പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസുകൾ വരുന്നത് എന്ന് നോക്കുന്നുണ്ട്. മാപ്പിംഗ് ദ സിലബസ് ടു ഇറ്റ്സ് എക്സാം റിലവൻസ് ടു ഹൈലൈറ്റ് ഹൈ yield ഏരിയാസ്. നമ്മളൊരു സിലബസ് മൊത്തമായിട്ട് നമ്മളൊന്ന് സ്കാൻ ചെയ്യാണ്, മാപ്പ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ സിലബസിലൂടെ മൊത്തം പോയി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ഹൈലൈറ്റഡ് ആയിട്ട് കിടക്കുന്ന ഏരിയാസുകൾ ഏതൊക്കെയാണ്, ഒരു ബ്ലോക്കിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഹൈ ലെവലിൽ ഹൈ ഫ്രീക്വൻസിയിൽ വരുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഏരിയാസ് ഏതൊക്കെയാണ്. പ്രൊവൈഡിംഗ് മോഡൽ ആൻസേഴ്സ് ആൻഡ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ടു ക്ലാരിഫൈ ഗ്രേഡിംഗ് ഫോക്കസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തരുന്നു, അതെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള ഒരു എക്സാം ഗൈഡ് ബുക്ക് നമ്മൾ തരുന്നുണ്ട്. അത് ഇഗ്നോയില് ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സിന് ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് തരുന്ന ഒരു എന്താ പറയുക, ഇതൊരു സ്പെഷ്യൽ ഫീച്ചറാണ്. നിങ്ങൾക്ക് ഇതിന് ഈ ഇഗ്നോ ഫോക്കസ് അനാലിസിസ് എന്ന് പറയുന്ന 3.0യുടെ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരുന്നുണ്ട്, മോഡൽ പേപ്പർ. ഇതിന്റെ എക്സാം ഗൈഡ് ബുക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലേൺവൈസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ എക്സാം ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒത്തിരി ഫെസിലിറ്റീസ് ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് തരുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾ ലേൺവൈസിന്റെ ഒരു ഭാഗം ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് യൂസ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. പ്രസന്റിംഗ് predictive insights for December 2024 exam to guide your efforts efficiently. നമ്മളൊരു പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു മോഡൽ പേപ്പേഴ്സ് നമ്മൾ ഒരുപാട് തവണ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എഫേർട്ട് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലേൺവേഴ്സിൽ ഈ കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ലേൺവേഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലേൺവേഴ്സിൽ പഠിക്കുന്ന ലേണേഴ്സിന് അറിയാം ആ മോഡൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് അത്രമാത്രമാണെന്നുള്ളത്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണ് ഓരോ ഏരിയാസിലോട്ട് നമുക്ക് പോകാം, എങ്ങനെയാണ് എക്സാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. This guide employs a data-driven approach by leveraging a detailed breakdown of IGNO syllabus into blocks, units and topics. ഈ ഒരു IGNO Focus 3.0യുടെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയ ഒരു ബ്രേക്ക് ഡൗൺ നടത്തിയിരിക്കുകയാണ്. ഓരോ ബ്ലോക്കിൽ നിന്ന് എത്രമാത്രമാണ് വെയിറ്റേജ്, ഓരോ യൂണിറ്റിൽ നിന്ന് വരാവുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ഓരോ ടോപ്പിക്കിന് എത്രമാത്രം വെയിറ്റേജ് ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. കോംപ്രിഹെൻസീവ് അനാലിസിസ് ഓഫ് പാസ്റ്റ് എക്സാംസ് ഫ്രം മൾട്ടിപ്പിൾ ടേംസ്. നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള ഓരോ എക്സാംസുകളും നമ്മൾ എന്താണ് പല തവണ നമ്മൾ എന്ത് ചെയ്യാണ്, അനാലിസിസ് നടത്തുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ടു പ്രഡിക്ട് ലൈക്ലി ടോപ്പിക്സ് ആൻഡ് ക്വസ്റ്റ്യൻ ടൈപ്സ് ഫോർ അപ്കമിങ് എക്സാംസ്. നമ്മൾ ഒരുപാട് പൈ ചാർട്ട്സ്, ഡയഗ്രാംസ്, അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് നമുക്ക് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രഡിക്ട് ചെയ്യാണ്. അതൊരു ഗ്രാഫിക്കൽ ഫോർമാറ്റിലൊക്കെ നിങ്ങൾക്ക് തരികയാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ വരുന്ന ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, കൂടുതലായിട്ട് വെയിറ്റേജ് ഉള്ള ബ്ലോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ദിസ് ഗൈഡ് ഈസ് divided into following sections help you to navigate through its content systematically. നിങ്ങൾക്കൊരു ഇൻട്രഡക്ഷൻ ഭാഗം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതില് പല സെക്ഷൻസ് ആയിട്ട് കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ഇൻട്രഡക്ഷൻ പാർട്ട് ഉണ്ട്. ദെൻ ആഫ്റ്റർ നമുക്ക് എന്താ തന്നിരിക്കുന്നത്, ഒരു സിലബസ് മാപ്പിംഗ് ഉണ്ട്. ബ്ലോക്ക് വൈസ് സിലബസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ്, എക്സാം റിലവൻസിന്റെ ബേസിൽ ഒരു സിലബസ് മാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റുകൾ എങ്ങനെയാണ്, ഓരോ ടോപ്പിക്കിന്റെ വെയിറ്റേജ് എന്താണ്, എങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, എങ്ങനെയാണ് അതിന്റെ ഒരു ട്രെൻഡ് വരുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ കഴിഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻസുകള്, പ്രോബബിലിറ്റി, ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇനി വരാനായിട്ടുള്ള ചാൻസസുകളുണ്ട്, അപ്പൊ ഒരു പ്രഡിക്ഷൻ നമ്മൾ അവിടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ, ആ എക്സാം നിങ്ങൾക്ക് തരുന്ന മോഡൽ എക്സാമിന്റെ അല്ലെങ്കിൽ
ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മോഡൽ ആൻസേഴ്സ് തരുന്നുണ്ട്. നമ്മുടെ ആപ്പിൽ അതിന്റെ ആൻസേഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് അത് ഇവാലുവേഷൻ നടത്തേണ്ടത് എന്നുള്ളത്, നിങ്ങൾക്ക് സെൽഫ് അസസ്മെന്റ് നടത്തണം. സെൽഫ് ഇവാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്കോർ ഇടേണ്ടത്, എന്തൊക്കെ പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്താലാണ് ഇതിലത്തെ ഈ ഇത്രയും പെർസെന്റേജ് ഓഫ് മാർക്ക് നിങ്ങൾക്ക് ഇന്ന ക്വസ്റ്റിന് കിട്ടുക എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Importance of predictive analysis and model answers. This guide emphasizes predictive analysis and model answers because നമ്മളൊരു predictive ആയിട്ടുള്ള അനാലിസിസ്, വരാൻ പോകുന്ന എക്സാം ട്രെൻഡ് എങ്ങനെയാവും, ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാവും എന്നുള്ള രീതിയിലുള്ള ഒരു predictive അനാലിസിസ് നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു മോഡൽ ആൻസേഴ്സും തരുന്നുണ്ട്. അപ്പൊ predictive അനാലിസിസ് തരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്സ് നിങ്ങൾക്ക് എന്താണ്, എവിടെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, ആ ഏരിയയിലേക്ക് കൂടുതൽ എഫേർട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റീവ് അനാലിസിസ്, കഴിഞ്ഞു പോയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്യൂച്ചറിലോട്ടുള്ള പ്രൊഡിക്ഷൻസ് നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മോഡൽ ആൻസേഴ്സ്, ആ ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു ആൻസേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും, ഇന്ന പോയിന്റുകൾ ആഡ് ചെയ്താലാണ് ഇതിലെ ഈ കണ്ടന്റ് അല്ലെങ്കിൽ ഈ ചോദ്യത്തിനുള്ളൊരു കണ്ടന്റ് നിങ്ങൾക്ക് മാർക്കിനനുസരിച്ചിട്ട് നമുക്ക് നിങ്ങളുടെ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഇതൊക്കെയാണ് കൂടുതൽ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഏതൊക്കെ പോയിന്റുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. എന്തൊക്കെയോ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. പല കുട്ടികളും നമ്മളോട് പറയുന്നതാണ്, മാം ഞാൻ ഇത്രയും പേജസോളം എഴുതി, ഇത്രയും ക്വസ്റ്റ്യൻസോളം ആൻസർ ചെയ്തു, പക്ഷെ മേ ബി അവിടെ നിങ്ങൾ എന്താണ് മെയിൻ ആയിട്ടുള്ള പല കണ്ടന്റുകളും മിസ്സായി പോയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം മേ ബി നിങ്ങൾക്ക് എന്തുണ്ടാവുക, മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാവാം. നിങ്ങൾ പേപ്പറുകളുടെ എണ്ണം കൂടുതലായിരിക്കും, നിങ്ങൾ എഴുതിയിട്ടുള്ള കണ്ടന്റ് ഒരുപാടുണ്ടായിരിക്കും, പക്ഷെ മെയിൻ എലമെന്റുകൾ അവിടെ മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ മെയിൻ എലമെന്റിന്റെ ബേസിലായിരിക്കും മേ ബി അല്ല നിങ്ങൾക്ക് മാർക്കിംഗ് വരുന്നത്. അവര് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ വ്യക്തികളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും ഇന്ന പോയിന്റുകൾ ഉണ്ടെങ്കിൽ മാർക്ക് കൊടുക്കുക. അപ്പൊ പോയിന്റുകൾ മിസ്സിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരില്ല, മാർക്ക് നിങ്ങൾക്ക് ലഭിക്കില്ല. In a tailored focus for MMPC 009, this course uniquely emphasizes operations and material management, covering areas such as production systems, facilities planning, value engineering, inventory management, waste reduction. അതായത് ഈ സബ്ജക്ട്സിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതായത് മെറ്റീരിയൽസ് എങ്ങനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാം, ഒരു ഓർഗനൈസേഷനിലുള്ള പ്രൊഡക്ഷൻ സിസ്റ്റംസുകൾ അതിനെക്കുറിച്ച് കവർ ചെയ്ത് പോകുന്നുണ്ട്, ഫെസിലിറ്റീസ് പ്ലാനിങ് എന്ന് പറയുന്ന ഏരിയ കവർ ചെയ്ത് പോകുന്നുണ്ട്, വാല്യൂ എഞ്ചിനീയറിംഗ്, ഇൻവെന്ററി മാനേജ്മെന്റ്, വേസ്റ്റ് റിഡക്ഷൻ, ഇത്രയും ഏരിയാസുകൾ കവർ ചെയ്തുകൊണ്ടാണ് MMPC 009 എന്ന് പറയുന്ന സബ്ജക്ട് എന്ത് ചെയ്തിരിക്കുന്നത്, യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് മുമ്പിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഗൈഡ് ബുക്കിലൂടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. എന്തിനെ കുറിച്ചുള്ള ക്ലാരിറ്റിയാണ് കിട്ടുക, എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ഇൻ ഓപ്പറേഷൻ മാനേജ്മെന്റ്, ഓപ്പറേഷൻ മാനേജ്മെന്റിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മാനേജ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐഡിയ ആണ്. അതുപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ് അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോള് എങ്ങനെയൊക്കെ നല്ല രീതിയിൽ നടത്താം, ഒരു ഓർഗനൈസേഷനിലുള്ള പ്രൊഡക്ഷൻ പ്ലാനിങ് എങ്ങനെ ഒപ്റ്റിമം നല്ല രീതിയിൽ കൊണ്ടുപോവാം, ഇൻവെന്ററി എങ്ങനെ
എങ്ങനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാം. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ ഇൻവെന്ററി നമ്മുടെ കയ്യിൽ വെക്കാനും പാടില്ല, ആവശ്യത്തിൽ കുറവ് വെക്കാനും പാടില്ല. ആവശ്യത്തിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ നമ്മളുടെ കയ്യിലുള്ള എമൗണ്ട് വേസ്റ്റ് ആക്കി അവിടെ കളയാണ്. നമ്മുടെ ക്യാപിറ്റൽ അനാവശ്യമായി നമ്മൾ കളയുന്നു. ആവശ്യത്തിൽ കുറവാണെങ്കിലോ, അങ്ങനെ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ ഉണ്ടാവുന്നത്, നമ്മളൊരു പ്രൊഡക്ഷന്റെ സമയത്ത് നമ്മുടെ കയ്യിൽ റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ദ ഇന്റഗ്രേഷൻ ഓഫ്, അതേപോലെ തന്നെ ഇതിലെന്താണ് മോഡേൺ ടെക്നോളജീസ് എത്രമാത്രമാണ് ഉപയോഗിക്കേണ്ടത്, ഓട്ടോമേഷൻ, റോബോട്ടിക്സ്, ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ മോഡേൺ ടെക്നോളജീസുകൾ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളും എന്താണ് MMPC 009 എന്ന് പറയുന്ന സബ്ജക്ട്സിൽ എന്താണ് ഇവിടെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് സിലബസ് മാപ്പിങ്ങിലൂടെ പോവാം. അപ്പൊ ഈ MMPC 009 എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഗൈഡ് ബുക്കിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി, അല്ലെങ്കിൽ ആ സബ്ജക്ട്സിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് സിലബസ് മാപ്പിംഗ്, എന്റെ സിലബസിലൂടെ പോയിക്കൊണ്ട് ഏതൊക്കെ ബ്ലോക്കില് ആണ് കൂടുതൽ തവണ ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്, ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ ബ്ലോക്കിൽ ഒരു യൂണിറ്റ് വൈസിലൂടെ നമുക്ക് കടന്നു പോവാം. അപ്പൊ നമുക്ക് ഇതിലറിയാം ആകെ 4 ബ്ലോക്കുകളാണ് MMPC 009 എന്ന് പറയുന്ന സബ്ജക്റ്റിലുള്ളത്. അതിൽ ബ്ലോക്ക് 1 വരുന്ന ഫസ്റ്റ് യൂണിറ്റ് ആണ്. ബ്ലോക്ക് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ ആൻഡ് ഫെസിലിറ്റീസ് പ്ലാനിംഗ് ആണ്. അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ എന്ന് പറയുന്നതാണ് യൂണിറ്റ് 1. അത് ഫ്രീക്വൻസി എത്ര തവണയാണ്, നമ്മളൊരു ഔട്ട് ഓഫ് 5 ഒരു എടുക്കുകയാണെങ്കിൽ, ഒരു സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി വന്നിരിക്കുന്നത് 3 തവണയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ, ഒരു മീഡിയം ഇമ്പോർട്ടൻസ് ആണ് യൂണിറ്റ് 1 വന്നിരിക്കുന്നത്. ഇനി സെക്കൻഡ് യൂണിറ്റോ പ്രൊഡക്റ്റ് സെലക്ഷൻ ആൻഡ് പ്രോസസ് സെലക്ഷൻ, അതിന് 5 ഔട്ട് ഓഫ് 5 ആണ്, അതായത് ഹൈ ഫ്രീക്വൻസി ആണ്. ആ ചാപ്റ്ററിന് അത്രയും മാത്രം വെയിറ്റേജ് ഉണ്ട്. ഇനി യൂണിറ്റ് 3യോ ഫെസിലിറ്റീസ് ലൊക്കേഷൻ, അതിന് വന്നിരിക്കുന്ന ഫ്രീക്വൻസി 4 ആണ്, ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. ഇനി യൂണിറ്റ് 4 എന്ന് പറയുന്നത് എന്താണ്, ഫെസിലിറ്റീസ് ലേഔട്ട് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 ആണ്. അതിന്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ അതുകൊണ്ട് എന്താണ് 3 എന്ന് പറയുന്നത് മീഡിയം റേഞ്ചിലോട്ട് പോകുന്നതാണ്. ഇനി ബ്ലോക്ക് 2 വരുമ്പോഴോ, ബ്ലോക്ക് 2 നമുക്ക് വരുമ്പോൾ അവിടെ നമുക്ക് 4 യൂണിറ്റ്സുകളാണ് ഉള്ളത്. യൂണിറ്റ് 5, യൂണിറ്റ് 6, യൂണിറ്റ് 7, യൂണിറ്റ് 8. യൂണിറ്റ് 5 എന്ന് പറയുന്നത് പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഫോർ മാസ് പ്രൊഡക്ഷൻ. യൂണിറ്റ് 6 എന്ന് പറയുന്നത് പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഫോർ ബാച്ച് പ്രൊഡക്ഷൻ. യൂണിറ്റ് 7 എന്ന് പറയുന്നത് പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഫോർ ഷോപ്പ് പ്രൊഡക്ഷൻ. യൂണിറ്റ് 8 എന്ന് പറയുന്നത് പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് പ്രൊജക്ട്സ്. അതിൽ യൂണിറ്റ് 5ന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മീഡിയം റേഞ്ച് ആണ്. യൂണിറ്റ് 6ഉം മീഡിയം റേഞ്ചിലോട്ടാണ് പോകുന്നത്. യൂണിറ്റ് 7ഉം മീഡിയമിലോട്ട് തന്നെയാണ് പോകുന്നത്. അവിടെ യൂണിറ്റ് 8നാണ് എന്ത് വന്നിരിക്കുന്നത്, ഹൈ ഇമ്പോർട്ടൻസ് ലെവല് വന്നിരിക്കുന്നത്. ഇനി ബ്ലോക്ക് 3 വരുമ്പോഴോ അവിടെ യൂണിറ്റ് 9 എന്ന് പറയുന്നത് കപ്പാസിറ്റി പ്ലാനിംഗ് ആണ്. അതൊരു ലോ ഫ്രീക്വൻസി ലെവലിലോട്ടാണ് പോയിരിക്കുന്നത്. ഇനി ബ്ലോക്ക് 3 തന്നെ നിങ്ങൾക്ക് മറ്റ് 2 യൂണിറ്റ്സുകൾ ഉണ്ട്, യൂണിറ്റ് 10 ആൻഡ് യൂണിറ്റ് 11. യൂണിറ്റ് 10 എന്ന് പറയുന്നത് വർക്ക് ആൻഡ് ജോബ് ഡിസൈൻ ആണ്. അതിന്റെ ഒരു ഫ്രീക്വൻസി മീഡിയം റേഞ്ചിലാണ് നിൽക്കുന്നത്. യൂണിറ്റ് 11 പോകുമ്പോൾ വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ആണ് വരുന്നത്. അത് ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു യൂണിറ്റ് ആണ്. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ യൂണിറ്റ് 12, യൂണിറ്റ് 13, യൂണിറ്റ് 14 എന്നുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ യൂണിറ്റ് 12 എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി റേഞ്ചിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. യൂണിറ്റ് 13 വരുമ്പോൾ അതൊരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്നതാണ്. യൂണിറ്റ് 14 വരുമ്പോൾ യൂണിറ്റ് 14 എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്, മീഡിയം റേഞ്ചിലാണ്. അപ്പൊ നമ്മൾ ഇത്രയും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കി ഒരു ഹൈ മീഡിയം റേഞ്ചിലാണ് ഇതിലെ ടോപ്പിക്കുകൾ നിൽക്കുന്നത്. ലോ ലെവലിലോട്ട് പോകുന്ന 1-2 യൂണിറ്റ്സുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. ഇനി നമുക്ക് നോക്കാം ഫ്രീക്വൻസി ബൈ ബ്ലോക്ക്, ഏത് ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ തവണ ചോദ്യങ്ങൾ വരുന്നത് എന്ന് നോക്കാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 4 ബ്ലോക്കുകളാണ് ഉള്ളത്. അപ്പൊ ഈ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത് സെക്കൻഡ് ബ്ലോക്ക് ആയിട്ടുള്ള ഓപ്പറേഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിലോട്ടാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് തന്നെ അതിനോടൊപ്പം തന്നെ നിൽക്കുന്നതാണ് ബ്ലോക്ക് 1 ഓപ്പറേഷൻ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ ആൻഡ് ഫെസിലിറ്റീസ് പ്ലാനിംഗ്. പിന്നീട് തേർഡ് പൊസിഷനിലോട്ട് പോകുന്ന അല്ലെങ്കിൽ തേർഡ് വെയിറ്റേജ് വരുന്നത് ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 4 മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആൻഡ് ലീസ്റ്റ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് എന്ന് പറയുന്നത് ബ്ലോക്ക് 3 ആണ്. പക്ഷെ നിങ്ങൾ നോക്കണം, അത്ര വലിയ വ്യത്യാസങ്ങളൊന്നും ഈ ബ്ലോക്കുകളിലില്ല. എല്ലാം ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ പറയാം. ഒരു ഈക്വൽ വെയിറ്റേജ് തന്നെയാണ് എന്ത് വന്നിരിക്കുന്നത്, ഓരോ ബ്ലോക്കിനും വന്നിരിക്കുന്നത്. എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് എന്താണ്, ബ്ലോക്ക് 2 ആണ് ഏറ്റവും കൂടുതൽ തവണ ആൻഡ് ബ്ലോക്ക് 3 ആണ് ഏറ്റവും ലീസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്ന ബ്ലോക്ക്.
ഇനി ടോപ്പിക് ഇമ്പോർട്ടൻസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുമ്പോൾ ഹൈ ഫ്രീക്വൻസി വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഏകദേശം 28.6% ആണ് വരുന്നത്. നമ്മൾ കണ്ടു ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസുകളും ഓൾമോസ്റ്റ് എന്തായിരുന്നു മീഡിയം ഫ്രീക്വൻസി ലെവലിലോട്ട് പോകുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ 64.3% ആണ് മീഡിയം ഫ്രീക്വൻസിയിലോട്ട് പോകുന്നത്. ലോ ഫ്രീക്വൻസി വരുന്ന ക്വസ്റ്റ്യൻസുകൾ 7.1% ആണ്. ഇനി നമുക്ക് തേർഡ് സെക്ഷനിലോട്ട് പോവാം. കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യൻസുകൾ വരാം, ഷോർട്ട് നോട്ട്സ് വരാം, ക്രിട്ടിക്സ് വരാം, കേസ് സ്റ്റഡീസുകൾ വരാം. അപ്പൊ ഇവിടെ ഷോർട്ട് നോട്ട്സ് ആണ് ഏറ്റവും തവണ, ഷോർട്ട് നോട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് ഏറ്റവും തവണ ചോദിച്ചിട്ടുള്ളത്. പിന്നീട് അതിനോട് ഒപ്പം തന്നെ നിൽക്കുന്നതാണ് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ. പിന്നീട് വരുന്ന എന്താണ് കേസ് സ്റ്റഡീസുകൾ. കേസ് സ്റ്റഡീസുകൾ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് ഒരുപാട് പരിചിതമാണ് അല്ലെ. കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MPC 001 എന്ന് പറയുന്ന സബ്ജക്ട് പഠിച്ചപ്പോഴും MPC 002 എന്ന് പറയുന്ന സബ്ജക്ട് പഠിച്ചപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കേസ് സ്റ്റഡീസുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കേസ് സ്റ്റഡീസുകൾ ഷോർട്ട് ആൻസർ, ഷോർട്ട് നോട്ട് ടൈപ്പ് ഉണ്ട്, അതിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നീട് എസ്എ ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, കേസ് സ്റ്റഡീസുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിട്ടിക്സുകൾ എന്തെങ്കിലും ഇതിൽ തന്നിട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുള്ള നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂല് പറയാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ കുറിച്ചുള്ള ക്രിട്ടിക്സുകൾ എഴുതാനായിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? ഇനി ആവറേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോക്കുകളായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ബ്ലോക്ക് 2-നാണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ വെയിറ്റേജ്. ബ്ലോക്ക് ത്രീ ആണ് ഏറ്റവും ലീസ്റ്റ്. പക്ഷെ അവിടെ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പൊ ബ്ലോക്ക് 1 നമ്മൾ ബ്ലോക്ക് വൈസ് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണ്. ബ്ലോക്ക് വൈസ് ഉള്ള ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 2-ൽ നിന്നാണ്, 30% ആണ് വന്നിരിക്കുന്നത്. പിന്നീട് അതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 4. അത് രണ്ടും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 25% വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നീട് ബ്ലോക്ക് 3, അപ്പോഴവിടെ നിങ്ങൾ നോക്കണം എറൗണ്ട് എല്ലാം നിയർലി 30യുടെ അടുത്ത് തന്നെയാണ്, 30%ന്റെ അടുത്ത് തന്നെയാണ് കിടക്കുന്നത്. അത്ര വലിയൊരു എന്താ പറയുക, വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം ഒന്നും എന്തില്ല, ഇല്ല. ഇനി നമുക്ക് കീ ഫൈൻഡിങ്സുകൾ എന്തൊക്കെയാണ്, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തിയതിന്റെ ഭാഗമായിട്ടുള്ള കീ ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എസ്എ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ഷോർട്ട് നോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു, ക്രിട്ടിക്സ് ഉണ്ടെന്ന് പറഞ്ഞു, കേസ് സ്റ്റഡീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എസ്എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഹൈ വെയിറ്റേജ് ക്വസ്റ്റ്യൻസ്, 20 മാർക്കാണ് എന്ത് വരുന്നത്, എസ്എ ക്വസ്റ്റ്യൻസിന് വരുന്നത്. അപ്പൊ 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് അറിയണം. ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നോക്കണം, എഴുതാനായിട്ട് നോക്കണം. അപ്പോൾ ഈ എസ്എ ക്വസ്റ്റ്യൻസിൽ കൂടുതലായിട്ട് ഫ്രീക്വന്റ്ലി വരുന്നതാണ് കോമൺ ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാസ് പ്രൊഡക്ഷൻ, എന്താണ് വാല്യൂ എഞ്ചിനീയറിംഗ്, എന്താണ് പ്രൊജക്ട് മാനേജ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് എസ്എ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. പിന്നീട് ഷോർട്ട് നോട്ട്സ് വരാറുണ്ട്, 10 മാർക്ക് വെച്ചിട്ട് ഷോർട്ട് നോട്ട്സുകൾ വരാറുണ്ട്. അവിടെ നിങ്ങൾക്ക് വരുന്നതാണ് എന്താണ് ജോബ് പ്രൊഡക്ഷൻ, എന്താണ് പെർട്ട്, എന്താണ് ഇൻവെന്ററി കൺട്രോൾ. ഇത്രയും ടോപ്പിക്കുകളാണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് പോകുന്നത്. പിന്നെ ക്രിട്ടിക്സിൽ പോകുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആണ്. പ്രാക്ടിക്കൽ സെൻസിലുള്ള ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, അതിന് 15 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഒരു മാനേജ്മെന്റ് മെത്തഡോളജി
മെത്തഡോളജിയോ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻസോളോ തന്നിട്ട് അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ഒരു നിരൂപണം എഴുതാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെ കുറിച്ചിട്ട് യെസ് ആണോ നോ ആണോ പറയുന്നെങ്കിൽ അതിനെ സമർത്ഥിക്കുന്ന രീതിയിലുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതാം. പിന്നെ കേസ് സ്റ്റഡീസുകളുണ്ട്. കേസ് സ്റ്റഡീസ് 20 മാർക്കിന്റെ കേസ് സ്റ്റഡീസ് ആണ് വരുന്നത്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. എന്തെങ്കിലും ഒരു സിനാരിയോ തന്നിട്ട് നിങ്ങൾ പഠിച്ചു പോയിട്ടുള്ള ഭാഗങ്ങൾ അവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് അവരുടെ ആ സിറ്റുവേഷനിലുള്ള സൊല്യൂഷൻസുകൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. 20 മാർക്കിനാണ് കേസ് സ്റ്റഡീസുകൾ വരാറുള്ളത്. അപ്പോൾ അത് കൂടുതലും മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് വരാറുള്ളത്. ഇനി ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ്സ്. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഫ്രീക്വന്റ്ലി നമ്മൾ നോക്കിയതാണ്. ബ്ലോക്ക് 1 എന്താണ് ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ത്രൂ എസ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ തവണ ബ്ലോക്ക് 1 നിന്ന് വരാറുണ്ട്. ഓപ്പറേഷൻ മാനേജ്മെന്റ്, ഡിസിഷൻസ് എന്താണ്, ഫെസിലിറ്റി ലേഔട്ട്, ഇത്രയും ടോപ്പിക്കുകളാണ് ബ്ലോക്ക് 1 നിന്ന് കവർ ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ അവിടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് പ്രൊഡക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. അത് ആയിട്ടും വരാറുണ്ട്, ക്രിട്ടിക്സ് ആയിട്ടും വരാറുണ്ട്. ദെൻ ബ്ലോക്ക് 3 വരുമ്പോൾ കപ്പാസിറ്റി പ്ലാനിങ് എന്താണ്, വാല്യൂ എഞ്ചിനീയറിംഗ് എന്താണ്, അത് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ക്രിട്ടിക്സ് ആയിട്ട് വരാറുണ്ട്. പിന്നീട് ബ്ലോക്ക് 4 വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് വരുന്ന ടോപ്പിക്സുകളാണ് പർച്ചേസിങ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ്. അത് കേസ് സ്റ്റഡി ആയിട്ടാണ് നിങ്ങൾക്ക് എന്ത് തരാറുള്ളത്. അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ നോളജ് ഒരു ടെസ്റ്റ് ചെയ്യുന്നത് കേസ് സ്റ്റഡി തന്നതിന്റെ ബേസിലായിരിക്കും. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ മാർക്സ് ആർ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ബ്ലോക്സ് വിത്ത് ബ്ലോക്ക് 2 റിസീവിംഗ് സ്ലൈറ്റ്ലി. നേരത്തെ ഞാൻ പറഞ്ഞു ബ്ലോക്കുകളൊക്കെ ആയിട്ട് എന്താണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എന്നാലും കമ്പാരിറ്റീവിൽ എന്താണ് ബ്ലോക്ക് 2ലാണ് ഒരു സ്ലൈറ്റ്ലി ഹയർ ആവറേജ് അലോക്കേഷൻ എന്ന് പറയുന്നത്. കാരണം അതിൽ കൂടുതലായിട്ടും പ്രൊഡക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ വലിയ വ്യത്യാസങ്ങളൊന്നും ബ്ലോക്കുകൾ തമ്മിൽ ഇല്ല, സ്ലൈറ്റ്ലി കമ്പാരിറ്റീവ്ലി ബ്ലോക്ക് 2 ആണെന്ന് മാത്രം. പിന്നീട് ഷോർട്ട് നോട്ട്സ് ആൻഡ് എസ് ക്വസ്റ്റ്യൻസ് ആണ്. മാർക്ക് അലോക്കേഷനിൽ കൂടുതലും ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ എസ് ക്വസ്റ്റ്യൻസുകളാണ് വരാറുള്ളത്. അറൌണ്ട് 70% ഓഫ് ദ ക്വസ്റ്റ്യൻസുകളും എന്താണ് ഷോർട്ട് നോട്ട്സ് ആൻഡ് എസ് ക്വസ്റ്റ്യൻസുകളാണ്. ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ നോക്കാം ബ്ലോക്ക് വൈസ്. ബ്ലോക്ക് 1 റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. യൂണിറ്റ് 1 നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ്. അത് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി 3 ആണ്. പിന്നീട് യൂണിറ്റ് 1 നിന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഡിസ്ക്രൈബ് ദ ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റംസ്. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ആണ്. മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ ബ്ലോക്ക് 2 നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് യൂണിറ്റ് 5 നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫോർ മാസ് പ്രൊഡക്ഷൻ. അവിടെ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് മാസ് പ്രൊഡക്ഷൻ സിസ്റ്റംസ്. പിന്നീട് ചോദിച്ചിട്ടുള്ളതാണ് എക്സ്പ്ലെയിൻ ദി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് മാസ് പ്രൊഡക്ഷൻ സിസ്റ്റം. മാസ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് ആദ്യം പറഞ്ഞ ഫീച്ചേഴ്സ് ഓഫ് മാസ് പ്രൊഡക്ഷൻ 15 മാർക്സിനും അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് മാസ് പ്രൊഡക്ഷൻ 10 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്ലോക്ക് 2 മാസ് പ്രൊഡക്ഷൻ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ യൂണിറ്റ് 11 നിന്നാണ് 2 ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് വാല്യൂ എഞ്ചിനീയറിംഗ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. അപ്പൊ വാല്യൂ എഞ്ചിനീയറിംഗിനെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ വാല്യൂ എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ള ചോദ്യത്തിന് 20 മാർക്കും ഫ്രീക്വൻസി 5 ആണ്. പിന്നെ എന്താണ് വാല്യൂ എഞ്ചിനീയറിംഗ് കോസ്റ്റ് റിഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതിന് 10 മാർക്കിന്റെയാണ് വന്നിരിക്കുന്നത്. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ യൂണിറ്റ് 12 നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഡിഫൈൻ ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. അത് 50 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി 4 ആണ്. പിന്നെ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് എ കോഡിഫിക്കേഷൻ സിസ്റ്റം. അതിന് 3 മാർക്കാണ്. ഫ്രീക്വൻസി 3 ആണ്. 10 മാർക്കാണ്. ഇനി ഹൈ ഫ്രീക്വൻസി ഏരിയാസോള് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്ലോക്ക് 1 ഓപ്പറേഷൻ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ ആൻഡ് ഫെസിലിറ്റീസ് പ്ലാനിങ്ങില് അത് ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 ആണ് കൊടുത്തിരിക്കുന്നത്. ആവറേജ് ഒരു 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ അതിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 2 നിന്ന് ഏകദേശം 12.5 മാർക്സിനുള്ള എന്താണ് ആവറേജ് മാർക്സ് ആണ് വരുന്നത്. അതിൽ നിന്ന് വരുന്നുണ്ട്. ഫ്രീക്വൻസി 7 ആണ്. ബ്ലോക്ക് 3 കപ്പാസിറ്റി പ്ലാനിങ് ആൻഡ് വർക്ക് ജോബ് ഡിസൈൻ വാല്യൂ എഞ്ചിനീയർ അതിന് 15.0 ആണ് ആവറേജ് മാർക്സ് വരുന്നത്. ബ്ലോക്ക് 4 12.5% ആണ്. ഇനി ഫ്രീക്വൻസി ഓഫ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ബൈ ബ്ലോക്ക്, അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ തവണ ഏത് ബ്ലോക്കിൽ നിന്നാണ് വരുന്നത്, അതായത് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകൾ വരാറുള്ളത് ബ്ലോക്ക് 3 നിന്നാണ്. പിന്നീട് ഒപ്പത്തിനൊപ്പമാണ് ബ്ലോക്ക് 2 ബ്ലോക്ക് 4 നിൽക്കുന്നത്. പിന്നീട് ബ്ലോക്ക് 1 ആണ് നിൽക്കുന്നത്.
പിന്നെ ആവറേജ് മാർക്സ് ഫോർ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ബൈ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ബൈ ബ്ലോക്ക് ചെയ്യുമ്പോൾ ബ്ലോക്ക് 3യിൽ നിന്നാണ് ആവറേജ് മാർക്കിന്റെ ബേസിൽ അവിടെ കൂടുതൽ നിൽക്കുന്നത്. പിന്നീട് നിൽക്കുന്നത് ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 4ഉം പിന്നീട് ബ്ലോക്ക് 1 ആണ്. ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് നമ്മൾ നടത്താൻ പോവാണ്. വരാവുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. യൂണിറ്റ് 1ൽ നിന്ന് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ്, പിന്നെ ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം, ഇത്രയും 2 ചോദ്യങ്ങളാണ് ബ്ലോക്ക് 1ൽ നിന്ന് ചോദിക്കാവുന്ന പ്രൊഡിക്ഷൻസ് നമ്മൾ നടത്തുന്നത്. പിന്നെ ബ്ലോക്ക് 2ലോട്ട് വരുമ്പോൾ മാസ് പ്രൊഡക്ഷൻ സിസ്റ്റം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് മാസ് പ്രൊഡക്ഷൻ സിസ്റ്റം. ബ്ലോക്ക് 3ലോട്ട് വരുമ്പോൾ വാല്യൂ എഞ്ചിനീയറിംഗ് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. പിന്നെ ബ്ലോക്ക് 4ലോട്ട് വരുമ്പോൾ ഇൻവെന്ററി മാനേജ്മെന്റ്, ഫങ്ഷൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഡിഫിക്കേഷൻ സിസ്റ്റംസ്. ഇനി പ്രോബിലിറ്റി റേറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ വലിയ ഒരു രീതിയിലുള്ള വ്യത്യാസങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ പ്രോബിലിറ്റി ഹൈ പ്രോബിലിറ്റി ഉണ്ട്, മീഡിയം പ്രോബിലിറ്റി, രണ്ടും ഈക്വൽ ആയിട്ടാണ് പ്രോബിലിറ്റി റേറ്റിംഗ്സുകൾ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഇനി സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് ബേസ്ഡ് ഓൺ പ്രോബിലിറ്റി റേറ്റിംഗ്. ഇപ്പൊ പ്രോബിലിറ്റി റേറ്റിംഗിൽ മീഡിയം ക്വസ്റ്റ്യൻസും ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസും ഒപ്പത്തിനൊപ്പാണ് നിൽക്കുന്നത്. 50-50% നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റംസ് പഠിക്കണം, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് മാസ് പ്രൊഡക്ഷൻ സിസ്റ്റം, ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് എ കോഡിഫിക്കേഷൻ സിസ്റ്റം, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ്, ഫീച്ചേഴ്സ് ഓഫ് മാസ് പ്രൊഡക്ഷൻ സിസ്റ്റം, കോൺസെപ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് വാല്യൂ എഞ്ചിനീയറിംഗ്, ഇൻവെന്ററി മാനേജ്മെന്റ്. ഇനി പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്നതാണ്. പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ 3 hours ആണ്, 100 marks ആണ്. ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റിനും 20 marksനാണ് തന്നിട്ടുള്ളത്. ഇതിലെ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസോളം നിങ്ങൾ എന്ത് ചെയ്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇന്റഗ്രേറ്റ്സ് വേരിയസ് ഫങ്ഷൻസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ എഫിഷ്യൻസി. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് ഡിഫൈൻ ചെയ്യാനും അതിന്റെ ഒബ്ജക്റ്റീവും പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റം കോൺസെപ്റ്റ്സുകൾ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മാസ് പ്രൊഡക്ഷൻ, ബാച്ച് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. സെലക്ഷൻ ഓഫ് ഫെസിലിറ്റി ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്ഷനെ എത്രമാത്രം അത് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതുണ്ട്. അപ്പൊ അതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസിന്. പിന്നീട് ഇഫക്റ്റീവ് ഇൻവെന്ററി മാനേജ്മെന്റിനെ കുറിച്ച്, വാല്യൂ എഞ്ചിനീയറിംഗിനെ കുറിച്ച്, PERT, CPM, അതുപോലെ തന്നെ നേരത്തെ മോഡേൺ ടെക്നോളജീസ്, ഓട്ടോമേഷൻ, റോബോട്ടിക്സ്. പിന്നീട് ഒരു കേസ് സ്റ്റഡി തന്നിട്ടുണ്ട് അതിനെ ആസ്പദമാക്കിയിട്ട്. അപ്പൊ അങ്ങനെ 8 ക്വസ്റ്റ്യൻസോളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസോളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസോളം നിങ്ങൾ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിന്റെ ആൻസർ ഗൈഡ് ബുക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ലേണേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അതിനെ കുറിച്ച് ഫെമിലിയർ ആണ്. നിങ്ങൾ ആരെങ്കിലും ഇതിലിപ്പോ ലേൺവൈസിൽ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് എന്താണ്, ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് അതിന്റെ ഒരു ആൻസർ ഗൈഡ് ബുക്കും കൂടി നിങ്ങൾക്ക് തരികയാണ്. അത് മാത്രമല്ല, ലേൺവൈസിന്റെ ഭാഗത്തു നിന്ന് അതാത് സൈക്കിൾസിൽ നമ്മൾ മോഡൽ എക്സാംസുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് പ്ലസ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ
നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ വെൽ എക്യുപ്പൈഡ് ആവുകയാണ്. പ്ലസ് അതിന്റെയും ആൻസർ ഗൈഡ് ബുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. അപ്പോൾ എന്താണ് ലേൺവൈസില് ഇഗ്നോ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയില് ജോയിൻ ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാണ് ലേൺവൈസ് ആപ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും ലേൺവൈസിന്റെ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമന്റ് ഇടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ഇടുക. പിന്നെ ഇനിയും കൂടുതൽ നമ്മുടെ ലേൺവൈസിന്റെ ഭാഗത്തു നിന്ന് ഈ സൈക്കിളിലെ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമാകാനായിട്ടും അത് ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് റിസീവ് ചെയ്യാനും വേണ്ടിയിട്ടും നമ്മളുടെ ലേൺവൈസ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഒത്തിരി ഡീറ്റെയിൽസ് ഇനി വരുന്ന എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് യഥാസമയം എത്തുന്നതാണ്. അപ്പോൾ ഈ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിന്റെ തന്നെ ഡോക്യുമെന്റ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആപ്പിൽ ഇതിന്റെ ഗൈഡ് ബുക്കും അവൈലബിൾ ആയിരിക്കും. അപ്പൊ താങ്ക് യു, ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മളിപ്പോ അതിനോടൊപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോ ഈ തന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു മോഡൽ എക്സാം പേപ്പർ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലാണ് നമ്മളിത് അനാലിസിസ് നടത്തിയിരിക്കുന്നത്. നമുക്കൊരു പ്രൊഡിക്ഷൻ ആണ്, ഇത് തന്നെ വരണമെന്നൊന്നും നമ്മൾ ഒരിക്കലും നിർബന്ധം പറയുന്നില്ല. പക്ഷെ കഴിഞ്ഞു പോയ ഡാറ്റാസിന്റെ ബേസിൽ ഫ്യൂച്ചർ നമുക്ക് പ്രൊഡിക്ട് ചെയ്യണം. ഫ്യൂച്ചർ നമുക്ക് നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ സാധിക്കും. ഇത് തന്നെ വരണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. എന്നാലും നിങ്ങളെ ഒരു ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തരുന്നതാണ് ഇത്. മാക്സിമം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസോളം നിങ്ങൾ റെഫർ ചെയ്യുക. ഇഗ്നോ എപ്പോഴും ആ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, നല്ലൊരു മാർക്ക് നേടാനായിട്ടാവട്ടെ, സാധിക്കട്ടെ. ഈ സബ്ജക്ട് അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇതിലെല്ലാ ബ്ലോക്കിനും ഒരുപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. താങ്ക് യു. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം വേണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.